സജ്ജനങ്ങളെ, തുളസി എന്ന വാക്കിൻ്റെ അർത്ഥം തുല്യം ചെയ്യാൻ കഴിയാത്തത് എന്നാണ്. തുളസിയോട് തുല്യം ചെയ്യുവാൻ ലോകത്ത് മറ്റ് യാതൊരു സസ്യവുമില്ല. മഹാലക്ഷ്മിയുടെ അവതാര രൂപമായിട്ടാണ് തുളസി ചെടിയെ വിശ്വസിക്കുന്നത്. വീടിൻ്റെ ദർശന ഭാഗത്തായിട്ടാണ് തുളസിത്തറ പണിത് തുളസി നടേണ്ടത്. വീടിനോട് ചേർന്ന് തുളസിത്തറ പാടില്ല, വീടിനുള്ളിലും തുളസിത്തറ പാടില്ല. തികച്ചും ശുദ്ധമായ ഭാഗത്താവണം തുളസിത്തറ പണിയേണ്ടത്. യാതൊരു കാരണവശാലും തൊട്ട് ശുദ്ധം പോകുവാനും പാടില്ല. വിഷ്ണുപ്രിയായ തുളസി സകല ദേവതാ പൂജകൾക്കും പ്രിയങ്കരം തന്നെയാണ്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുളസിയില മുടിയിൽ തന്നെ വേണം തിരുകുവാൻ. മറ്റു പൂക്കൾ ചെവിമടക്കിൽ തിരുകാം. ചെടിയിൽ നിന്ന് പറിച്ച ശേഷം 108 ദിവസം കഴിഞ്ഞാലും തുളസിയില പൂജയ്ക്കെടുക്കാമെന്ന് തുളസി വിശുദ്ധി ചരിതത്തിൽ പറയുന്നു. ദർശനവാതിൽ തുറന്നാൽ മഹാലക്ഷ്മി കണി കാണുക എന്നതാണ് ദർശനദിക്കിൽ തുളസിത്തറ പണിയുന്നതിൻ്റെ ഐശ്വര്യഭാഗം. തുളസി ചുവട്ടിലെ മണ്ണ് മഹാശുദ്ധി കർമ്മങ്ങൾക്കും പുരോഹിതരുടെ പാദം കഴുകുവാനും വൈദിക കർമ്മങ്ങൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുവാണ്. ദർശനദിക്കിൽ വീടിൻ്റെ അടിത്തറയിൽ നിന്നും ഒരടി മുന്നോട്ട് നീക്കി അല്പം ഇടത്തോ വലത്തോ നീക്കി വേണം തുളസിത്തറ പണിയേണ്ടത്. ദർശനം മറിഞ്ഞ തുളസിത്തറ പണിയരുത്. 2 അടി പൊക്കത്തിൽ ചതുരാകൃതിയിൽ വേണം തുളസിത്തറ പണിയുവാൻ. ദീർഘ ചതുരമോ വൃത്താകൃതിയോ തുളസിത്തറയ്ക്ക് പാടില്ല. സ്വതുവെ 33 തരം തുളസികളുണ്ട്. ഇതിൽ ചുവന്ന തുളസി തന്നെയാണ് തുളസിത്തറയിൽ നടേണ്ടത്. തുളസിത്തറയിൽ നടുന്ന തുളസിച്ചെടിക്ക് കതിരുവരാൻ ഇടവരരുത്. തുളസിയുടെ തലപ്പ് നെത്തികൊന്നുള്ളിയെടുത്ത് തീർത്ഥമുണ്ടാക്കുകയോ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സമർപ്പിക്കുകയോ വേണം. തുളസിത്തറയിൽ മഞ്ഞൾ ചെടി നടാം. കുടുംബപരമായ നാഗദോഷങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദോഷശാന്തിക്ക് ഉത്തമമാണ് തുളസിത്തറയിൽ മഞ്ഞൾ നടുന്നത്. ലക്ഷ്മി ഭഗവതിയുടെ തൊഴിയും പാപങ്ങളെല്ലാം നശിപ്പിക്കുന്നവളും പുണ്യപ്രദായിനിയും ശ്രീ നാരദനാൽ സ്തുതിക്കപ്പെട്ടവളും മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടവളുമായ തുളസിക്ക് നമസ്കാരം. തുളസിച്ചെടിയെ ദിവസവും ദർശനം ചെയ്താൽ ഗോഹത്യ, ബ്രഹ്മഹത്യ, ശിശുഹത്യ, പൃഥുഹത്യ, മാതൃഹത്യ എന്നീ 5 മഹാപാതകങ്ങൾ കൂടി നശിക്കുമെന്നും കോടി പശുക്കളെ ദാനം ചെയ്ത പുണ്യം ലഭിക്കുമെന്നും പറയപ്പെടുന്നു. തുളസി ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചാൽ മോക്ഷം ലഭിക്കാൻ മറ്റൊന്നും ചെയ്യേണ്ടതില്ലെന്നുകൂടി ഋഷിവര്യന്മാർ അരുളി ചെയ്തിരിക്കുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെണീറ്റ് തുളസിയെ പ്രദക്ഷിണം വയ്ക്കണം. സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ തിരിവെച്ച് ആരാധിക്കുകയും വേണം. ആരുടെ വീട്ടുവളപ്പിലാണ് തുളസി ധാരാളമായി വളരുന്നത്, തീർത്ഥസമാനമായ ആ വീട്ടിൽ യമദൂതന്മാർ അടുക്കുകയില്ലെന്നും തുളസിമാല ധരിച്ചുകൊണ്ട് പ്രാണൻ ത്യജിക്കുന്നവരെ സമീപിക്കുവാൻ യമദൂതന്മാർ ധൈര്യപ്പെടുകയില്ലെന്നും ഗരുഡപുരാണം വ്യക്തമാക്കുന്നു. തുളസി ചെടിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് തുളസി മഹാത്മ്യത്തിൽ ശ്രീ പരമശിവൻ പാർവതീദേവിയോട് വിവരിക്കുന്നുണ്ട്. തുളസി ഭാഗവതം എന്ന് പറയുന്നതാണ് തുളസി മഹാത്മ്യത്തിനടിസ്ഥാനം. അത് പഠിച്ചനുഷ്ഠിക്കുന്നവർ വിഷ്ണു ലോകത്തിലെത്തും. പൂണുനൂൽ പോലെ തുളസി ധരിക്കണം. ഇതിന് പ്രത്യേക രീതികളോ ചടങ്ങുകളോ വേണ്ട. എങ്ങനെ ധരിച്ചാലും മോക്ഷപ്രദമാകുമെന്ന് ശ്രീ പരമശിവൻ വ്യക്തമാക്കുന്നു. ചരടിൽ കോർത്തുള്ള മനോഹരമായ തുളസിമാല വിഷ്ണുവിൻ്റെ ഗളത്തിലണിയിച്ച് ഭക്തന്മാർ ധരിക്കണം. ലക്ഷ്മി ഭഗവതിയുടെ തോഴിയായ തുളസിയെ ദിനവും ഇനി പറയുന്ന മന്ത്രത്താൽ തൊഴുതു പ്രാർത്ഥിച്ചാൽ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിശ്ചയമായിരിക്കുമെന്നാണ് ആചാര്യമതം. തുളസി ശ്രീസഖി സുബേ പാപഹാരണി പുണ്യതേ നമസ്തേ നാരദമുദേ നാരായണ മനപ്രിയേ. ഈ മന്ത്രം ദിനംപ്രതി പുണ്യകാലയും ത്രിസന്ധ്യയിലും ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഐശ്വര്യം ഫലം നിശ്ചയമാണ്. ഹൈന്ദവ വിശ്വാസത്തിലെ ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന രുദ്രവീണ എന്ന ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പിന്തുടരാൻ മറക്കില്ലല്ലോ.